സമ്മർ ആയതുകൊണ്ട് വിന്ററിൽ പറഞ്ഞാല് എല്ലാരും മൂടി പുതച്ചാ നടക്കുക. ആർക്കും ഔട്ട്ഫിറ്റ് ഒന്നും ഇടാൻ തന്നെ ആർക്കും വലിയ താല്പര്യമില്ല. കാരണം എല്ലാരും ഇതിന്റെ മുകളിൽ വിന്റർ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഒന്നും കാണൂല. സമ്മർ ആയാലും എല്ലാരും നല്ല അടിപൊളി വൈബ്രന്റ് കളേഴ്സും ചിലവരൊക്കെ അടിപൊളി ഔട്ട്ഫിറ്റിലൊക്കെ ആയിരിക്കും ഇവര് ഇറങ്ങും. ഫുൾ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മൊത്തത്തില് കാണാൻ ആൾക്കാര്. ചില ആൾക്കാർ സൈക്കിളുമേ, ചില ആൾക്കാർ സ്കേറ്റ് ബോർഡുമേ, ചില ആൾക്കാർ സൈഡിൽ നിന്നിട്ട് ഗിറ്റാറൊക്കെ വെച്ച് പെർഫോം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ വരുമ്പോ ഒരാളുണ്ട് യൂണിസൈക്കിൾ ഓടിച്ചു പോകണേ, ഏതോ സർക്കസിൽ വർക്ക് ചെയ്യണ ആളാ തോന്നുന്നത്. അങ്ങനെ ഈ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ ഉണ്ട് ഈ ഒറ്റ ടയർമേല് മൂപ്പർ ഇങ്ങനെ ചവിട്ടി കുളക്ക, ഹാൻഡിലും ഇല്ല. എന്ത് സ്കില്ലല്ല അതൊക്കെ, അടിപൊളി. അതെ, അങ്ങനെ പോകുന്ന ആൾക്കാര് ഇപ്പുറത്ത് എന്തോ മറ്റേ ബോങ്ങൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് ഫുള്ള് കിളി പോയി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. അതിന്റെ ഇപ്പുറത്ത് തന്നെ കം ബാക്ക് ടു ക്രൈസ്റ്റ്, ജീസസ് ഇസ് ദ സേവിയർ, ജീസസ് ഇസ് ദ ഓൺലി വേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. വേറെ സ്ഥലത്ത് ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന ആൾക്കാരുണ്ടാകും. എല്ലാം കാണാൻ പറ്റും. പഞ്ചാബി ഡാൻസ് കളിക്കുന്നവരുണ്ടാകും. എല്ലാതുണ്ട്. അതെ, അത് അത്ര ഒരു മൾട്ടി കൾച്ചറൽ സിറ്റിയാണ്. ഞാൻ ടൊറോണ്ടോയിലേക്ക് വന്നിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് ടൊറോണ്ടോ എക്സ്പ്ലോർ ചെയ്യാനുള്ള ബെസ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ സൈക്കിളിലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാറിൽ പോകണമെങ്കിൽ ട്രാഫിക് കാരണം നമ്മളങ്ങ് മുടിയും. ട്രാഫിക് കാരണം പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥലം ഒന്ന് നിർത്തി കാണണമെന്ന് വിചാരിച്ചാൽ ട്രാഫിക് കാരണം നമുക്ക് നിർത്താൻ പറ്റില്ല. പിന്നെ പാർക്കിംഗ് പൈസ കൊടുക്കണം. ഒരു സ്ഥലത്തും ഫ്രീ പാർക്കിംഗ് ടൊറോണ്ടോയിലില്ല.